ഉക്രൈനുമായി സമാധാന ചർച്ചകൾ നടത്താമെന്ന സൂചന നൽകി റഷ്യൻ പ്രസിഡന്റ് പുടിൻ. 3 വർഷത്തോളം നീണ്ടുനിന്ന യുദ്ധത്തിന് ശേഷമാണ് സമാധാന ചർച്ചകൾക്ക് പുടിൻ തയ്യാറാകുന്നതെന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്നാൽ നിയമവിരുദ്ധമായി പ്രസിഡന്റ് പദവിയിലിരിക്കുന്ന ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കിയുമായി നേരിട്ട് സംസാരിക്കുന്നതിന് താൻ തയ്യാറല്ലെന്നും പുടിൻ അറിയിച്ചിട്ടുണ്ട്. പുടിന് ചർച്ചകളെ ഭയമാണെന്നും 3 വർഷത്തോളം നീണ്ടുനിന്ന സംഘർഷം തുടർന്നു കൊണ്ടുപോകാനുള്ള തന്ത്രമാണ് ഇപ്പോഴത്തെ നിലപാടെന്നുമാണ് വിഷയത്തിൽ ഉക്രൈന്റെ പ്രതികരണം. US പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപ് യുദ്ധം അവസാനിപ്പിക്കാൻ ഇരു നേതാക്കളോടും സമ്മർദ്ദം ചെലുത്തി എന്നാണ് സൂചന. യുദ്ധത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ റഷ്യക്കെതിരെ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്നാണ് ട്രംപിന്റെ ഭീഷണി. ചർച്ചയ്ക്ക് താൻ തയ്യാറാണെന്ന് സെലൻസ്കി അറിയിച്ചിട്ടുണ്ട്. സെലൻസ്കി ചർച്ചകളിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ താൻ അതിനായി ആളുകളെ അയക്കാമെന്നാണ് പുടിന്റെ നിലപാട്. സെലൻസ്കിയുടെ പ്രസിഡന്റ് പദവിയിലെ കാലാവധി അവസാനിച്ചു. ഇപ്പോഴും പ്രസിഡന്റായി അദ്ദേഹം തുടരുന്നത് നിയമവിരുദ്ധമാണെന്നാണ് പുടിൻ പറയുന്നത്. ചർച്ചകൾ നടത്താനും വിട്ടുവീഴ്ച ചെയ്യാനും കഴിയുമെങ്കിൽ ചർച്ചകൾക്ക് ആർക്കും നേതൃത്വം നൽകാമെന്ന് പുടിൻ പറയുന്നു. എന്നാൽ ചർച്ചയിൽ തങ്ങളുടെ താൽപ്പര്യങ്ങളുമായി യോജിക്കുന്ന തീരുമാനങ്ങളെ അംഗീകരിക്കണമെന്നാണ് പുടിൻ വ്യക്തമാക്കുന്നത്. പാശ്ചാത്യ രാജ്യങ്ങൾ ഉക്രൈൻ നൽകുന്ന സഹായം അവസാനിപ്പിക്കുകയാണെങ്കിൽ 2 മാസത്തിനകം യുദ്ധം നിർത്താമെന്ന് പുടിൻ നേരത്തെ അറിയിച്ചിരുന്നു. എന്തായാലും ട്രംപ് അധികാരത്തിലെത്തിയ ശേഷം അദ്ദേഹം പറഞ്ഞിരുന്നു ഉക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കുമെന്ന്. ട്രംപിന്റെ വാക്ക് കൃത്യമായി നടപ്പിലാക്കാൻ പോകുന്നു എന്ന സൂചനയാണ് പുടിൻ നൽകിയിരിക്കുന്നത്. സെലൻസ്കി പ്രസിഡന്റ് പദവിയിൽ തുടരുന്നത് ശരിയായ രീതിയിലല്ലെന്നും അയാളുടെ പ്രസിഡന്റ് പദവിയുടെ കാലാവധി കഴിഞ്ഞുവെന്നും ഒക്കെ പുടിൻ പറയുന്നു. എങ്കിലും സെലൻസ്കിയുമായി ചർച്ച ചെയ്യാൻ താൻ ആളിനെ നിയോഗിക്കാം എന്നാണ് പുടിന്റെ നിലപാട്. സെലൻസ്കിയുമായി സംസാരിക്കില്ല എന്ന ശക്തമായ നിലപാട് അദ്ദേഹം എടുത്തിരിക്കുന്നു. 3 വർഷത്തോളം നീണ്ടുനിന്ന റഷ്യ ഉക്രൈൻ യുദ്ധം ഉക്രൈന് വലിയ നാശനഷ്ടമാണ് ഉണ്ടായത്. ഉക്രൈൻ്റെ പ്രധാനപ്പെട്ട സൈനിക താവളങ്ങളൊക്കെ തകർത്ത് തരിപ്പണമാക്കി. നാറ്റോ രാജ്യങ്ങൾ ഒന്നടങ്കം ഉക്രൈന് പിറകിൽ അണിനിരന്നിട്ടും ഒരു ചുക്കും സംഭവിച്ചില്ല റഷ്യക്ക്. റഷ്യയുടെ കരുത്തെന്തെന്ന് അവിടെ തിരിച്ചറിഞ്ഞു. ഒരർത്ഥത്തിൽ തങ്ങളുടെ കരുത്ത് കാട്ടാൻ വേണ്ടിയാണ് റഷ്യ ഈ യുദ്ധത്തിന് ഒരുങ്ങിയത്, അല്ലെങ്കിൽ ഈ യുദ്ധം നടത്തിയത് എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. റഷ്യയുടെ അത്യന്താധുനിക ആയുധങ്ങൾ, അത്യന്താധുനിക മിസൈലുകൾ, മറ്റ് അത്യന്താധുനികമായ ആയുധങ്ങൾ, ഹൊറാൻഷിപ്പ് കണക്കുള്ള മിസൈലുകൾ, സാത്താൻ 2 തുടങ്ങിയ മിസൈലുകൾ, ഇതൊക്കെ പരീക്ഷിക്കാനുള്ള ഒരു കേന്ദ്രമാക്കി റഷ്യ ഉക്രൈനെ മാറ്റി. ഉക്രൈനെ ഒറ്റ ദിവസം കൊണ്ട് പിടിച്ചെടുക്കാൻ റഷ്യക്ക് കഴിയുമായിരുന്നു. അങ്ങനെ പിടിച്ചെടുക്കാതെ പതിയെ യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണ് റഷ്യ ചെയ്തത്. എന്തായാലും ട്രംപിൻ്റെ വരവ് നല്ലൊരു വരവാണ്. ഒരു വശത്ത് ഹമാസ് ഇസ്രായേൽ സംഘർഷം അദ്ദേഹം അവസാനിപ്പിച്ചു, മറുവശത്ത് ഉക്രൈൻ റഷ്യ സംഘർഷവും അവസാനിക്കാൻ